സ്പെഷ്യൽ പടക്കം പിന്നെ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതും കൂടി ഇടാന്ന് വിചാരിച്ചു. അപ്പൊ ഫസ്റ്റ് പടക്കത്തേക്ക് കിടക്കാം ഗൈസ്. ഇത് ആ ടെക്സ്റ്റ് ബുക്ക് മാറ്റി. എല്ലാവരും വിഷുവിന് കമ്പിത്തിരിയും പടക്കം വാങ്ങിന്ന് വിചാരിക്കുന്നു. ഇവിടെയും വാങ്ങിട്ടാ, കുറച്ച് വാങ്ങിയുള്ളോ. ഇത്രയാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇതൊക്കെ നമുക്ക് അൺബോക്സ് ചെയ്യാം. ഫസ്റ്റ് ഈ സാധനം മുകളിൽ പൊട്ടണ ഒരു സാധനം വാങ്ങിയിട്ടില്ല കേട്ടാ. ഇവിടെ പേടിയാണ്. ഒക്കെ കമ്പിത്തിരിയും പിന്നെ കുറച്ച് പടക്കം അത്രേ ഉള്ളൂ കേട്ടോ. ഫസ്റ്റ് അൺബോക്സ് ചെയ്യുന്നത് ഗൈസ്. ഇത് എത്ര സെന്റിമീറ്റർ ആകാശു? നോക്കാം. കണ്ടിട്ട് 30 അല്ലെങ്കിൽ 15. ഇതിലെഴുതിയിട്ടില്ല എത്രയാന്ന്. ഇതുകൊണ്ട് അറിയില്ല ഇത് എത്ര സെന്റിമീറ്ററിന്റെ ആണ്. ഇത്ര നീളുണ്ട് കാണണ്ടാവോ. ഞാനിവിടെ വന്നിട്ടുണ്ട്. ഞാൻ ഡ്രസ് മാറാൻ പോയത്. ഇതില് പലതരം ഉണ്ട്. ഇത് റെഡ് ഗോൾഡ് യെല്ലോ. ഇതെന്താ പറയാ, ഗോൾഡ് കാരറ്റിക്കിൻ സംതിങ് ലൈക്ക് ദാറ്റ്. പിന്നെ ഗോൾഡിന്റെ ഇലക്ട്രിക് ഉണ്ട്. ഇതാണ് ഈ സെറ്റിൽ വരുന്നത്. എനിക്കിതിപ്പോ തന്നെ കത്തിച്ച് നോക്കണം. ഇത് ഒരെണ്ണത്തിന് 300 രൂപ വേണ്ടി ഒരു സെറ്റിന്. ഇത്രയും ഒരു 5 ഇതിലുള്ളത്. അതും ഇത്ര. ഇതിന് 300 രൂപയാട്ടോ വരണേ. ഇതിന്റെ ബില്ലടക്കം ഞാൻ നേരത്തെ കാണിച്ചത് എത്രയായിരുന്നു. നെക്സ്റ്റ് വരുന്നത് ഞങ്ങൾ ഫസ്റ്റ് ടൈം ഒരു വെറൈറ്റി സംഭവം വാങ്ങിച്ചിരിക്കണം. ഇത് മറ്റേ പീക്കോക്ക്. ഇതെല്ലാവർക്കും അറിയണ സാധനമാണ്, ട്രെൻഡിങ് ആണ്. ഇത് ഇവിടെ കത്തിക്കുമ്പോ ഈ 3 സൈഡിലും പീക്കോക്കിനെ കത്തും. ഇതിന് കല്ലൊക്കെ വെക്കണം എന്നാട്ടോ അവര് പറഞ്ഞേ. കല്ല് 2 സൈഡിൽ അത് വീഴാണ്ടിരിക്കാൻ. പിന്നെ ഇതെല്ലാവർക്കും അറിയണ സാധനമായിരിക്കും. ഇതിന്റെ പേരെന്താ അമ്മ? അറിയില്ല. എനിക്കറിയില്ല കേട്ടോ. എന്തോ പറയാ. ദാമിക്കുട്ടിക്ക് അറിയാ? വള്ളിയാ? ഓരോ പൊട്ടത്തരം വിളിച്ചു പറയല്ലേ. എന്റെ ഫേവറേറ്റ് സാധനമാണത്. ഇത് ടോർച്ച് മത്താപ്പൂ എന്ന് പറയും. നമുക്ക് ഇതിൽ 3-in-1 എന്നാണ് പറയുന്നത്. ഇതിന്റെ റേറ്റ് എത്രയാന്ന് നോക്കട്ടെ. ഇത് 140 മില്ലിമീറ്റർ കേട്ടോ. മില്ലിമീറ്ററാ? അത് പ്രൈസ് പറയുമ്പോ എങ്ങനെയാ? പ്രൈസ് ആണോ നിങ്ങൾ ചോദിക്കണേ? പ്രൈസ് ഇതില് 500 കേട്ടോ. 500. നമുക്കിത് പൊട്ടിക്കാം. ഇത് ഓൾറെഡി പൊട്ടിച്ച് നോക്കണം. ഓൾറെഡി നമുക്ക് പൊട്ടിച്ചു. അപ്പോൾ ഇതില് 500 ആണ്. ഇന്ന് തന്നെ കത്തിക്കുന്ന വീഡിയോ കാണാൻ പറ്റും നിങ്ങൾക്ക് എല്ലാവർക്കും. അല്ലെങ്കിൽ നാളെ കാണാൻ പറ്റും. ദാമിക്കുട്ടിക്ക് ഇന്നെന്നാ പൊട്ടിക്കുന്ന? എനിക്ക് ഇന്ന് തന്നെ പൊട്ടിച്ചേ പറ്റും. 10 എണ്ണാട്ടുള്ളത്. ഒരു പാക്കറ്റില് 10 എണ്ണം. 10 എണ്ണം ഉണ്ട് ഇതില്. മത്താപ്പൂ അല്ലേ? മത്താപ്പൂ പലതരം കളേഴ്സിലാട്ടുള്ളത്. ഗ്രീൻ, ഗ്രീന്, റെഡ്, ബ്ലൂ അല്ലേ? പലതരം കളേഴ്സിലാണ് ഇത് ഉള്ളത്. അപ്പൊ ഗൈസ് ഇത് എനിക്ക് തീപ്പെട്ടിയാണ്. ഇത് അങ്ങോട്ട് വെച്ചാൽ. ഇനി നെക്സ്റ്റ് എന്ന് വെച്ചത് ഇത് പൂത്തിരി. ഇതിന്റെ കുറച്ച് വലുതാട്ടോ. ഇത് കുറച്ച് വലുത്. ഇതിന്റെ വേറൊരു മീഡിയം സൈസ് ഉണ്ട്. ഇതെവിടെ? ഇതിന്റെ മീഡിയം സൈസ്. ഇത് ഫ്രീ കിട്ടിയതാട്ടോ ഗൈസ്. ഞങ്ങൾക്ക് 2 എത്ര കൂടെ ആയി. അപ്പൊ ഈ 2 എണ്ണമാണ്. ഓക്കെ ഗൈസ്. അപ്പൊ നമ്മൾ നേരത്തെ 2 മത്താപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് റെഡ് ഗ്രീൻ സംഭവം കേട്ടോ ഗൈസ്. ഇതിന്റെ റേറ്റ് എത്രയാന്ന് നോക്കാം. ഇത് ആദ്യം കേട്ടോ ഗൈസ്. സെന്റിമീറ്റർ ആണ് ഞാനിവിടെ. സെന്റിമീറ്റർ ഒരെണ്ണത്തില് 10 എണ്ണം ഉണ്ട്. അങ്ങനെ 5 പാക്കറ്റ് വന്നിട്ടില്ല. അതെ, 10 എണ്ണം വെച്ചിട്ട് എല്ലാത്തിനും. അപ്പൊ 50 എണ്ണം ഉണ്ട് കമ്പിത്തിരി ഇതില് ഗൈസ്. ഈ ഒരു പാക്കറ്റില് 10 എണ്ണാണ്. ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് 130 ആട്ടോ. ഇതില് 150 ഇതിൽ 50 ആട്ടോ. 150. ഇതിൽ 130 ഉള്ളു. ഈ പച്ച കളറിന്. നമുക്കിത് റെഡ് പൊട്ടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് സെയിം തന്നെ. ഗ്രീനോ റെഡാണല്ലോ. എന്തിനിപ്പോ വെറുതെ പൊട്ടിക്കണത്? അല്ല, ഇതെന്തായാലും പൊട്ടിക്കണ്ടേ ഇന്ന് കത്തിക്കാൻ. റെഡ്
ദാമി ഭയങ്കര ഇൻട്രസ്റ്റിലാണ് പൊട്ടിക്കാണ്ടല്ലേ. ഇനി രാത്രി ആവാൻ വേണ്ടി ഇരിക്കുക ദാമി കുട്ടി. തലചക്രം. എന്താ ഈ തലചക്രം. തലചക്ര അങ്ങനെ പറയാ. ഇത് ഇവിടെ പൊട്ടിക്കുന്നു. തലചക്രം. എന്റെ പടക്കം കുത്തിക്കൊന്നു. നമ്മുടെ കുട്ടപ്പോയി വന്നിട്ടില്ല കേട്ടോ. കുട്ടപ്പോയുടെ വീഡിയോ ഉടനെ വരുന്നതായിരിക്കും. കുറച്ച് ലേറ്റ് ആയി പോയി കുട്ടപ്പോയുടെ വീഡിയോ ഇടാൻ. ഇതിലൊന്ന് 2 3 5 അല്ലാത്തൊരു 5 10 എണ്ണം ഉണ്ട്. ഇതില് 10 എണ്ണം ഉണ്ട്. 9 എണ്ണം ഉള്ളു. അതെങ്ങനെ? ഇത് 3 ഇത് 3 2 10 എണ്ണം ഉണ്ട്. എടി കഴുത, ഇത് 10 എണ്ണം. 2 3 4 5 6 7 8 9. നെയ്യേ ഇത് 1 2 3 4 5 6 7 8 9 10. കഴുത്തിയാണ് ഇത് 6 എണ്ണായിട്ട്. എനിക്കറിയാം. ഭയങ്കര മഹാപൊട്ടത്തിയാടി. അപ്പോൾ അതെടുത്ത് വെച്ചോ. അടുത്തത് ഗൈസ്, അപ്പം നെക്സ്റ്റ് നമ്മൾ പൊട്ടിക്കാൻ വേണ്ടത് ഇതാണ്. ഇത് നമ്മുടെ പൂത്തിരിയുടെ മേശപ്പൂത്തിരിയുടെ വേറൊരു വേർഷനാന്ന് പറയുക. ഇത് ഞാൻ പൊട്ടിച്ച് കാണിച്ചു തരാം ഗൈസ്. ഇതിങ്ങനെ ഷത്ത് ഉണ്ടാക്കണം എന്ന് പറയുന്നത് ഇങ്ങനെ വിസിലടിക്കുന്ന പറയുന്നത് അത് ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് നമുക്കിത് കാണാം ഗൈസ്. ഇതിൽ എത്ര എണ്ണം ഉണ്ട്? ഇതിൽ 5 പീസ് അല്ലേ? നോക്കാം. 1 2 3 4 5 6 പീസാട്ടോ ഗൈസ് ഇതിലുള്ളത്. ഇതിൻ്റെ ഇത് ഈ ഭാഗം, ഇതിന് ഈ ഒരു ഭാഗം ഉണ്ട്. ഇത് പൊട്ടിക്കും, എന്നിട്ട് ഇത് കത്തുമ്പോൾ നേരെ ഇങ്ങനെ മുകളിക്കും. അടിപൊളി സാധനമായിട്ട്. ഇത് കഴിഞ്ഞ വർഷം ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പൊട്ടില്ല. നമ്മുടെ അതുമാതിരി ഉള്ള സാധനം. ഓക്കെ, അപ്പം ഇതാണ്. ഇതിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞില്ലല്ലോ. ഇതിൻ്റെ റേറ്റ് 230 ആട്ടോ ഗൈസ്. 230 6 പീസോളുണ്ട്. ഇതാണ് അമ്മ പറഞ്ഞ സാധനം. വിസിലടിക്കും എന്ന് പറയുന്ന സാധനം. ഇവിടെ എനിക്കൊരു ആകാശമുണ്ട്. ഇത് എങ്ങനെ പൊട്ടുമെന്ന് കാണാൻ. 5 പീസോളാട്ടോ ഗൈസ് ഇതിലുള്ള. ഇതെങ്ങനെ പൊട്ടിക്കുക? ഇത് കണ്ട, ഇവിടെ കണ്ട, ഇവിടെ ഒരു തിരിയുണ്ട്. പക്ഷെ ഇത് എവിടെങ്കിലും ഇങ്ങനെ ഒരു കല്ല് വെക്കേണ്ടി വരും. കല്ല് വെക്കണം എന്നാ ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരു തിരിയുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ 3 ഹോളും കൊടുത്തിട്ടുണ്ട്. 3 ഹോള് എല്ലായിടത്തും കൊടുത്തിട്ടുണ്ട്. 3 ഹോള്. ഇതിങ്ങനെ കത്തിക്കുമ്പോ ഇങ്ങനെ ഷൂ എന്ന് പറയുന്ന കേൾക്കണമെങ്കിൽ അറിയില്ല. നമുക്കിന്ന് പൊട്ടിക്കുമ്പോ അറിയാൻ പറ്റും. സൗണ്ട് കേൾക്കാം. ഇതില് 5 പീസോളാട്ടുള്ള 5 പീസ് ഇങ്ങനെ കൂട്ടി 5 പീസോളാണ് ഉള്ളത് ഗൈസ്. പിന്നെ ഇതിൻ്റെ റേറ്റ് എത്രയാണ്? 600 രൂപ കേട്ടോ. പിന്നെ ഗൈസ്, അപ്പം നമ്മൾ നെക്സ്റ്റ് ഇതാണ് പൊട്ടിക്കാൻ പോണത്. ഇത് ഇലക്ട്രിക്കിൻ്റെ കമ്പിത്തിരി ആട്ടോ. ഇത് എത്ര സെന്റിമീറ്റർ? എനിക്ക് തോന്നുന്നു ഇത് 15. അതാ ഏതിന്റെ നമ്പർ 15 അത് 30. നമ്മള് ഫസ്റ്റ് കാണിച്ചത് 30 സെന്റിമീറ്റർ. അപ്പൊ ഇത് 15 ആട്ടോ. ഇതിൽ എത്ര? 5 എണ്ണം ഉണ്ട് കേട്ടോ. അതിന്റെ ഒരെണ്ണം പുറത്തേക്ക് എടുത്ത വലിപ്പറിയാ. ഇത് 15. അല്ലല്ല, 15. ഇത് ചെറിയ ടൈപ്പാ. അപ്പൊ ഇതിന്റെ ഉള്ളിൽ 15 എണ്ണ ഉണ്ടാവും എനിക്ക് ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. ഇതിന്റെ റേറ്റ് എത്രയാ? 250 കേട്ടോ. 5 എണ്ണത്തിന് കൂടിയിട്ട് 250 കേട്ടോ. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇതാണ് ചെറിയ ടൈപ്പ്. ഇലക്ട്രിക്കിന്റെ ചെറിയ ടൈപ്പാണ്. കത്രിക വേണ്ട. മറ്റേത് വലുതാ. മറ്റേത് വലുതാ. ഇതിൽ എത്രയാണ്? 10 എണ്ണം അല്ലേ? 10 എണ്ണം. 10 എണ്ണാണ് ഉള്ളത്. ഇത് ഇലക്ട്രിക്കിന്റെ കുഞ്ഞതാട്ടോ. എനിക്ക് ഇലക്ട്രിക്കാന്ന് തോന്നുന്നില്ല. ഇത് സ്പാർക്കിൾ ഉണ്ടാവില്ല എന്തായാലും. ഇത് 5 സെന്റിമീറ്റർ ഒക്കെ ഉള്ളതെന്നാ തോന്നണ കണ്ടിട്ട്. പിന്നെ
ഇതാണ് ഗൈസ് നമ്മുടെ അടുത്ത നായകൻ വരുന്നത്. പെൻസിൽ. പെൻസിലാണോ? പെൻസിലിനൊന്നല്ല ഇതിന്റെ പേര്. പക്ഷെ നീളമുണ്ട്. കഴിഞ്ഞ വട്ടം വാങ്ങിച്ചതിനെക്കാട്ടും നീളം കുറച്ച് കൂടുതലാ. കാരണം പ്രാവശ്യം ഈ പച്ച പിങ്ക് പേപ്പർ കൊണ്ട് പൊതിഞ്ഞത് ഇതുണ്ടായിരുന്നു. പക്ഷെ ഇത്ര നീളം ഉണ്ടായിരുന്നില്ല. ഇല്ല, അത് അവിടെ ഉണ്ടെന്ന് തോന്നുന്നു ആ ഷോപ്പില്. പക്ഷെ അതിനൊക്കെ ചെറുതായിരിക്കും. ഇത് വലുതാ. ഗൈസ് ഇതൊക്കെ തൊട്ട് കഴിഞ്ഞിട്ട് കൈ കഴുകണം കേട്ടോ. സോപ്പിട്ട് നന്നായി കൈയൊക്കെ കണ്ട ഇങ്ങനെ മരുന്ന്. ഇതിന്റെ മുകളിൽ കുറച്ച് മരുന്ന് കൂടുതൽ. പിന്നെ ദാമിക്കുട്ടി രാത്രിയാവാൻ വേണ്ടി അയ്യോ ഏറ്റവും പേടിയുള്ള സാധനമാണ് പടക്കം. ഇത് ആര് പൊട്ടിക്കും? ഞാൻ പൊട്ടിക്കും. കഴിഞ്ഞ കൊല്ലേ പടക്കം ആ ഒലപ്പടക്കില്ലേ, അത് ഒരെണ്ണം ഞാൻ എറിയും, അപ്പൊ തന്നെ അകത്തേക്ക് ഓടും. അതാണ് അത്രയ്ക്കും പേടിയാണ് പടക്കം. പടക്കം ഇല്ലാണ്ട് എന്ത് വിഷു അല്ലേ? അതാണ് പടക്കം വാങ്ങിയത്. ഞാൻ പൊട്ടിക്കാണെങ്കിൽ ഒരു മീറ്റർ ഇതാണ് ഒരു മീറ്റർ പേപ്പർ വെച്ചിട്ട് കത്തിക്കും. എന്നിട്ടാണ് പൊട്ടിക്കും ഞാൻ. നമ്മുടെ ഓലപ്പടക്കമാണ്. ഓലപ്പടക്കം നമ്മുടെ ദാമിക്കുട്ടി പൊട്ടിക്കും. അവള് പറഞ്ഞിട്ടാണ് ഞാൻ ഇപ്രാവശ്യം വാങ്ങിയത്. എനിക്ക് പേടിയാ പൊട്ടിക്കാൻ. എത്ര എണ്ണം ഉണ്ട് ഇതില്? 50 എണ്ണം തോന്നുന്നു. 50 എണ്ണം ഉണ്ടെന്നാട്ടോ പറഞ്ഞത്. പിന്നെ നെക്സ്റ്റ് കിറ്റ്കാറ്റ് ഗൈസ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഇത് എനിക്ക് ഇഷ്ടമാണ്. നിങ്ങളെല്ലാവരും ഞാൻ പൊട്ടിക്കില്ല. ബട്ടർഫ്ലൈ. പിന്നെ ബട്ടർഫ്ലൈ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട്. നമുക്ക് കാണാൻ സംഭവം അറിയില്ല. ഇത് പക്ഷെ പൊട്ടിക്കുമ്പോ പാരന്റ്സ് എടുത്തിക്കാണെന്ന് പറഞ്ഞല്ലേ അമ്മ? കിറ്റ്കാറ്റ് ഇത്ര 5 എണ്ണം തന്നെയല്ലേ കിറ്റ്കാറ്റ്? കിറ്റ്കാറ്റ് 5 എണ്ണം. ഒരു പെട്ടിയിൽ എത്ര എണ്ണം ഉണ്ട്? 10 എണ്ണം ഉണ്ടല്ലോ 200 രൂപ ഒരു പെട്ടിയില്. അതാ 5 പാക്കറ്റിനാണ്. എത്ര പാക്കറ്റ് ഉണ്ട്? 4. പൊട്ടിച്ചു നോക്കട്ടെ. ഞാൻ പൊട്ടിച്ചിട്ടുണ്ട്. ഒരെണ്ണത്തില് 10 എണ്ണം ഉണ്ടോ? നമുക്ക് എണ്ണി നോക്കാം. 1 2 3 4 5 6 7 8 9 10 എണ്ണം ഉണ്ട് കിറ്റ്കാറ്റ് ഗൈസ്. അടച്ചു വെച്ചോ. ഇനി നമുക്ക് അടുത്തത് ബട്ടർഫ്ലൈ പൊട്ടിക്കാം. ബട്ടർഫ്ലൈ ഇതെങ്ങനെ ഉണ്ടാവും? അതാണ് ഞാനും ഇത് പൊട്ടിക്കുമ്പോ അച്ഛനമ്മമാരെ എടുത്തിക്കണം കേട്ടോ. ഈ ബട്ടർഫ്ലൈ എന്ന് പറയുന്ന സാധനം പൊട്ടിക്കുമ്പോ ഇതെന്താ പൊട്ടി തെറിക്കുന്നതാണോ? അല്ല, തലചക്രം തന്നെയാ പറഞ്ഞത്. ഇടക്ക മോളിലേക്ക് അത് ഇങ്ങനെ പോകുന്ന അങ്ങോട്ട് പറഞ്ഞു. ഈ ബട്ടർഫ്ലൈ പറക്കണ പോലെ അല്ലേ? ഇതാണ് സാധനം. ഇത് ആദ്യമായിട്ടാട്ട് ഇപ്രാവശ്യം പൊട്ടിക്കുന്നത് അല്ലേ? ഇത് ഇതുവരെ കണ്ടില്ല. കറങ്ങുന്നും പറഞ്ഞു, മുകളിലേക്ക് പോകുന്നും പറഞ്ഞു. അതാണ് എനിക്ക് അറിയാത്തത്. നമുക്ക് നോക്കാം. ഇത് എത്ര 10 എണ്ണം തന്നെ. 10 എണ്ണം തന്നെയാണ് ഇതിന്റെ റേറ്റ്. കാണാനല്ലോ കേട്ടോ റേറ്റ്. ഇതിന്റെ 10 പീസോളാ ഇതിന്. പക്ഷെ ദാമിക്കുട്ടി ദാമി ഇതിൽ ആദ്യം പൊട്ടിക്കുക 400 രൂപ കേട്ടോ. ഇതിൽ ആദ്യം തന്നെ പൊട്ടിക്കാൻ പോവാണത് മയില്. എനിക്ക് മയില് പൊട്ടിക്കാൻ. മയിലൊന്നും പൊട്ടിക്കണ്ട, ലാസ്റ്റ് വിഷുവിന് പൊട്ടിക്കാം. പക്ഷെ ഇന്ന് ഞാൻ മിസ്റ്റർ ഹാപ്പി പൊട്ടിക്കും. മിസ്റ്റർ ഹാപ്പി ഗൈസ്. ഇത്രയും പടക്കങ്ങളാണ് നമ്മൾ വാങ്ങിച്ചത് ഗൈസ്. കൂമാരം കൂട്ടി കിടക്കുന്ന പടക്കങ്ങൾ. നെക്സ്റ്റ് നമുക്ക് ടെക്സ്റ്റ് ബുക്കിലോട്ട് പോവാം ഗൈസ്. കുറേ ബുക്കുണ്ട്. ഫസ്റ്റ് ആരുടെ കാണിക്കണം? ദാമിനെ കാണിക്കാം. അവളുടെ കുറച്ചുള്ളൂ. ദാമി 5th കേട്ടോ. ഇതാരുടെ ബില്ല? എൻ്റെ ബില്ലാട്ടോ. ദാമി 5th കേട്ടോ. ഇതാട്ടോ ദാമിയുടെ സാൻസ്ക്രിറ്റ്. CBSE ആർക്കൊക്കെ ഇങ്ങനത്തെ സാൻസ്ക്രിറ്റ് ആർക്കൊക്കെ എടുത്തിട്ടുണ്ടെന്ന് പറയാം. ഇതാണ് അവളുടെ ചാപ്റ്ററോള്. സാൻസ്ക്രിറ്റിലത്തെ ഫസ്റ്റ് ടൈം ആയിരുന്നു. ഇതാണ് അവളുടെ ഫസ്റ്റ് ചാപ്റ്റർ. പിന്നെ നെക്സ്റ്റ് ചെയ്ത അവൾക്കുള്ള പിന്നെ ഇങ്ങനത്തെ ഇത് ആദ്യമായിട്ടാണ് വന്നിട്ടുള്ള. എല്ലാ ക്ലാസ്സുകൾക്കും ഉണ്ടെന്ന് തോന്നുന്നു. ഒരു ഗ്രാമർ ബുക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെന്താ, പിന്നെ GK ടെക്സ്റ്റ് ഫസ്റ്റ് ചാപ്റ്റർ വണ്ടർഫുൾ അനിമൽസ് എന്നാട്ടോ. നെക്സ്റ്റ് ഹിന്ദിയാണ്. ഹിന്ദി എനിക്ക് 5th ഈ സാധനം തന്നെയായിരുന്നു, മാറ്റമൊന്നുമില്ല. ഹം ബച്ചേ ഹേ ദോ ക്യാ, അതാണ് ഹിന്ദി.
പിന്നെ നെക്സ്റ്റ് ഇംഗ്ലീഷാണ്. മാരിഗോൾഡ്. മാരിഗോൾഡ് അത്യാവശ്യം എല്ലാവർക്കും അറിയാൻ തോന്നുന്നു CBSE. ഫസ്റ്റ് ചാപ്റ്റർ ഐസ്ക്രീം മാൻ. പിന്നെ നെക്സ്റ്റ് ഇതാ മാത്സ് അങ്ങനെ എന്താ പറയുക, ഇതിലങ്ങനെ ചെയ്യാൻ ഇല്ലയെന്ന് തോന്നുന്നു. അങ്ങനെ ഉണ്ട്, ഞങ്ങൾക്കൊന്നും ഉണ്ടായിരുന്നില്ല 5th മാത്സ് ടെക്സ്റ്റ് ഒന്നും അങ്ങനെ തൊടലൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. മാജിക്. പിന്നെ നെക്സ്റ്റ് EVS ഉണ്ട് കേട്ടോ. EVS ലുക്കിംഗ് അറൗണ്ട് എൻവയോൺമെൻ്റൽ സ്റ്റഡീസ്. ഇത്രയൊക്കെ ദാമി പഠിക്കണം. 5th അവൾക്ക് പേനയാട്ടോ, ഫസ്റ്റ് ടൈം ദാമി പേന ഉപയോഗിക്കുന്നത്. പേനയാണ് അവൾക്ക്. പിന്നെ കമ്പ്യൂട്ടർ, ബിറ്റ്സ് ടു ബ്രെയിൻ. ഇനി എൻ്റെ കാണിച്ചു തരാം. ഇതങ്ങോട്ട് പോട്ടെ. ഇനി എൻ്റെ 13 അത്രയാണ് ബുക്ക് ഉണ്ട്. നിങ്ങൾക്ക് ആകെ ഓൾറെഡി 6 സബ്ജക്റ്റ് അല്ലോ. പക്ഷേ ജിയോഗ്രാഫി ഇതിനൊക്കെ 2 വെച്ചിട്ടില്ലേ. ഇത് ഇംഗ്ലീഷ് 2 കേട്ടോ. ഇംഗ്ലീഷ് ഫസ്റ്റും സെക്കൻഡും അല്ല. അല്ല സെപ്പറേറ്റ് ടെക്സ്റ്റ് അനൈലൻ ഹാൻഡ് സെക്കൻഡ്, ഇംഗ്ലീഷ് സെക്കൻഡ് 2. പിന്നെ ഇത് ഹിന്ദി 2 കേട്ടോ. ഹിന്ദി 2. പിന്നെ എൻ്റെ സാൻസ്ക്രിറ്റ് ടെക്സ്റ്റ്. എൻ്റെ സാൻസ്ക്രിറ്റ് ഒറ്റ ഒരെണ്ണുള്ളൂ. പിന്നെ എൻ്റെ കമ്പ്യൂട്ടർ ബുക്ക്. ഇത് GK നോളേജ് കഫേ 7th GK കേട്ടോ. പിന്നെ ബിറ്റ്സ് ടു ബ്രെയിൻ ചാപ്റ്റർ ആട്ടോ. ഫസ്റ്റ് നമ്പർ സിസ്റ്റം എന്ന് പറയുന്ന ഇതാണ് ഫസ്റ്റ് ചാപ്റ്റർ. പിന്നെ ഹണി കോംബ്, ഇതാണ് ഇംഗ്ലീഷ് ഫസ്റ്റ് ചാപ്റ്റർ. 3 questions എന്ന് പറയുന്നതാണ് ഫസ്റ്റ് ചാപ്റ്റർ. പിന്നെ അവൾക്കുള്ള പോലെ തന്നെ എനിക്കുണ്ട് ഒരു ഗ്രാമർ ആൻഡ് മോർ എന്ന് പറയുന്ന ബുക്ക് കേട്ടോ ഗൈസ്. ഇതെന്തിനാവോ ഇനി ക്ലാസ്സിലും പറയാം. സയൻസ് ഗൈസ്, സയൻസ് ന്യൂട്രീഷൻസ് ഇൻ പ്ലാന്റ്സ് ആണ് സയൻസ്. പിന്നെ നെക്സ്റ്റ് ജിയോഗ്രാഫി, എൻവയോൺമെൻ്റൽ സയൻസ്. ഫസ്റ്റ് ചാപ്റ്റർ എൻവയോൺമെൻറ്റ് എന്നാണ്. ഇത് ജിയോഗ്രാഫി. ഇനി ഹിന്ദി വസന്ത്. ഫസ്റ്റ് ചാപ്റ്റർ എഴുതിയിട്ട് ഹം പച്ചി ഹുമന്ത് കാത്കെ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. പിന്നെ മാത്സ് ആണ് ഏറ്റവും വെയിറ്റ് കൂടിയ ടെക്സ്റ്റ്. മാത്സ് ആണ് ഏറ്റവും വെയിറ്റ് കൂടിയ ടെക്സ്റ്റ്. ഇത് ഫസ്റ്റ് തന്നെ ഇൻറ്റീജിയേഴ്സ് ആണ്. മാത്സ് രണ്ടെണ്ണം കൂടി ഉണ്ട്. ഏതൊക്കെയാ? പൊളിറ്റിക്കലും ഹിസ്റ്ററി അവർ പാസ്റ്റ് 2ഉം പിന്നെ സോഷ്യൽ പൊളിറ്റിക്കൽ ലൈഫ് 2 ഗൈസ്. അപ്പോൾ ഇവിടെ ദാശുത കമ്പിത്തിരി പൊട്ടിക്കണു, കമ്പിത്തിരി കത്തിക്കണു. കമ്പിത്തിരി കത്തിച്ചോണ്ടിരിക്കുക. അവിടെ ഒരു പടക്കം വെച്ചിട്ടുണ്ട്. എവിടെ? അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് കത്തിക്കാൻ വേണം. എന്തുണ്ടാവുന്ന നോക്കാം. ലൈറ്റ് ഓഫ് ചെയ്തിട്ടോ കത്തിക്കണേ, അല്ലെങ്കിൽ ഒരു ഭംഗി ഉണ്ടാവില്ല. ദാമിക്കുട്ടീനൊന്നും കാണാനില്ല കേട്ടാ, ഭയങ്കര ഇരുട്ട്. ലൈറ്റ് ഇടുവനോ? ദിയ ആ വയറക്കമ്പിമേ ആവല്ല കേട്ടാ. ഇതിൻ്റെ പേരെന്താ? വിസിലല്ലേ? 2 സൈഡിലും കല്ല് വെക്കണല്ലേ, അല്ലെങ്കിൽ അത് വീഴും. അല്ല ഇതിൻ്റെ തിരിയോ? ദാമിയായിട്ടിപ്പോൾ പൊട്ടിക്കണത്. ദാമി കത്തിച്ച അപ്പം തന്നെ ഓടും അല്ലേ ദാമിയെ?
ലൈറ്റ് ഇട് പൊന്നോ, കാരണം വീഡിയോ എടുക്കാനേ ഭംഗി ഉണ്ടാവില്ല. ലൈറ്റ് ഓഫ് ചെയ്താലേ ഭംഗി ഉണ്ടാവുള്ള, പക്ഷെ വീഡിയോ എടുക്കാനാ. ഇതെന്താ ആൾക്കാരനെ പേടിപ്പിക്കണ വിസില്. ഞാൻ ശരിക്കും പേടിച്ചു. വിസില് മാത്രമല്ലോ, കത്തില് കുറവല്ലേ അല്ലേ? എന്നിട്ടോ ബട്ടർഫ്ലൈ ആണോ? അത് മുകളിലേക്ക് പറക്കും, പിന്നെ ഡേഞ്ചറാണോ അത്? റോട്ടിലേക്കൊക്കെ പോവോ? അല്ല, ഞാൻ അടുത്ത് നിന്നാലും റോട്ടിലേക്കൊക്കെ തെറിക്കോന്ന് ഞാൻ ചോദിക്കണേ. എനിക്ക് പേടിയാണ്. ഇതാ കത്തിക്കാത്തൊരു സംഭവട്ടാ. നോ നോ, എനിക്ക് പേടിയാ. പിന്നെന്തിനാ വാങ്ങിയത്? അല്ല, ഇതെന്താ സംഭവം? ആദ്യം അടിയിൽ കറങ്ങും, പിന്നെ മോളിക്ക് പറക്കും. പറക്കാണ്ടിരിക്കാനേ കല്ല് രണ്ട് സൈഡിലും. ഇല്ല, എനിക്ക് പേടിയാ. ചെറിയ പേടിയുണ്ട് കേട്ടോ പക്ഷെ. നീ എവിടെ കൊണ്ട് വെച്ചേ? തിരിഞ്ഞി കേട്ടൂട്ട പൊന്നോ. തിരി കത്തി തീർന്നു തോന്നുന്നു. തിരി കത്തി തീർന്നോ നോക്കി പിന്നെ ബട്ടർഫ്ലൈയുടെ കണ്ട. ഇനി അത് വെറും വേസ്റ്റ് ആയി. ഇപ്പൊ വെറും വേസ്റ്റ് ആയില്ലേ പറഞ്ഞ. ഇനി തിരിയില്ലാണ്ട് അത് എങ്ങനെ കത്തിക്കും? പിന്നെന്താ നീ കുന്തൊക്കെ വാങ്ങിയ? നോക്ക, എന്റെ തിരി മൊത്തം പോയോന്ന്. ഇതറിയ എന്താണോ തിരി വെച്ചിട്ട്?
നല്ല ഭംഗിയുണ്ട്. കത്തിക്കട്ടെ. രണ്ടെണ്ണം മതി. കിട്ടിയില്ല. പച്ച കളറാന്ന് തോന്നുന്നു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, ലൈക്കും ചെയ്യണേ. അപ്പൊ എല്ലാവരും ഹാപ്പി വിഷു. ഇനി നമുക്ക് ഹാപ്പി വിഷു. ഇനി നമുക്ക് വിഷുവിനെ കാണാവേ.